നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ പാർക്കിംഗ് സംവിധാനമില്ല. കാഷ്വാലിറ്റിക്ക് മുന്നിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കണമെന്ന ആവശ്യം. പള്ളം ബ്ലോക്ക് പഞ്ചായത്തിൽ കേരസമൃദ്ധി പദ്ധതിക്ക് തുടക്കം. ആദ്യഘട്ടത്തിൽ 6 പഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തെങ്ങിൻ തൈകൾ നൽകും. ജില്ലയിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. കോട്ടയത്ത് ജില്ലാ ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും സമ്മേളനവും. വാർത്തകൾ വിശദമായി. പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തത് രോഗികളുമായി എത്തുന്നവരെ വലയ്ക്കുന്നു. ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിനൊപ്പം വാഹന പാർക്കിംഗ് സൗകര്യം കൂടി ഒരുക്കണമെന്നും ആവശ്യം. പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ രോഗികളുമായി എത്തുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് സംവിധാനമില്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിലേക്ക് കയറുന്ന വഴിയുള്ള അനധികൃത പാർക്കിംഗ് ഒഴിവാക്കണമെന്നാണ് ആവശ്യം. ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിനൊപ്പം വാഹനങ്ങൾക്ക് പാർക്കിംഗ് സംവിധാനം കൂടി ഒരുക്കിയാൽ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാവുന്നതാണ്. ബുധനാഴ്ച രാവിലെ കാഷ്വാലിറ്റിയിലേക്ക് രോഗിയുമായി എത്തിയ ആംബുലൻസിന് ആശുപത്രിയിലേക്ക് കയറാനാകാതെ ഏറെ നേരം വഴിയിൽ കാത്തുകിടക്കേണ്ടി വന്നു. ഈ വഴിക്കുള്ള പാർക്കിംഗ് കർശനമായി നിരോധിക്കണമെന്നും ആവശ്യമുണ്ട്. കൂടാതെ ആശുപത്രിയിൽ ശുദ്ധജലമില്ലാത്തതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. വെള്ളമില്ലാത്തതിനാൽ ആശുപത്രിയിലെ കിടപ്പ് രോഗികൾ വലിയ പ്രതിസന്ധിയിലാണ്. മഴക്കാലമായതോടെ നിരവധി രോഗികളാണ് നിത്യേന ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. OPയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതും രോഗികളെ വലയ്ക്കുന്നുണ്ട്. എത്രയും വേഗം ഇവയെല്ലാം അടിയന്തരമായി പരിഹാരം കാണണമെന്ന ആവശ്യമുയരുന്നു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കേരസമൃദ്ധി പദ്ധതിക്കായി വിതരണം ചെയ്യാനുള്ള തെങ്ങിൻ തൈകൾ തയ്യാറായി. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 6 പഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് തൈകൾ വിതരണം ചെയ്യുന്നത്. പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കേരസമൃദ്ധി പദ്ധതി നടപ്പാക്കുന്നത്. അയർക്കുന്നം, വിജയപുരം, പനച്ചിക്കാട്, കുറിച്ചി, പങ്കുവള്ളി പഞ്ചായത്തുകളിലെ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പദ്ധതിയുടെ ഗുണഫലം ലഭിക്കും. കുറ്റ്യാടിയിൽ നിന്നും എത്തിച്ച മേൽത്തരം നാളികേര വിത്തുകൾ ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ എത്തിച്ച് ഗ്രോ ബാഗുകളിൽ പാകിയാണ് വിതരണത്തിന് ആവശ്യമായ തൈകൾ തയ്യാറാക്കിയത്. 6 മാസം പ്രായമായ തൈകൾ അടുത്ത മാസം വിതരണം ചെയ്യുമെന്ന് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമിച്ചൻ ജോസഫ് പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി. 2 കാര്യങ്ങളാണ്. തൊഴിലുറപ്പ് തൊഴിലാളിയുടെ വീട്ടിൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുക, തെങ്ങുണ്ടാകുക, അവരുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ. 2, തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളിയുടെ വീട്ടിൽ തൊഴിൽ ദിനങ്ങൾ പ്രയോജനപ്പെടുത്തി ഞങ്ങൾ ഈ തൈ കുഴിച്ച് വെച്ച് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് 5 സെൻറ്റ് സ്ഥലമാണെങ്കിൽ അവൻ്റെ വീട്ടിൽ ഒരു തൈയും, അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ലഭ്യതയനുസരിച്ചും അളവനുസരിച്ചും കൂട്ടിക്കൂട്ടി പരമാവധി 5 തെങ്ങിൻ തൈ വരെ ഒരാൾക്ക് കൊടുക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 7500ഓളം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോൾ തൊഴിൽ ദിനങ്ങളുടെ ലഭ്യത വളരെ കുറഞ്ഞു വരികയാണ്. ആ അവസരത്തിൽ അത്തരത്തിലൊരു സഹായമായിട്ടുണ്ട്. 7500-ൽ പരം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വീടുകളിൽ ഇത് കുഴിച്ചു വെച്ച് കൊടുക്കുകയും അവർ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പരിചരണം സ്വന്തം നിലയിൽ സ്വകാര്യമായി അവർ തന്നെ ഏറ്റെടുക്കുകയും 4 വർഷം കഴിയുമ്പോൾ ഈ തെങ്ങ് കായ്ക്കാൻ തുടങ്ങും. ഫലമെടുക്കുക അവർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ ഇതിൻ്റെ വിതരണം ജൂലൈ മാസം പകുതിയോടുകൂടി ആരംഭിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വിഹിതമായി 2 ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി 6500ഓളം തൊഴിൽ ദിനങ്ങളും വേതന വിഹിതമായി 22 ലക്ഷം രൂപയും ഉൾപ്പെടെ 26 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത്, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, കൃഷിവകുപ്പ് എന്നിവർ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. 5 സെന്റ് സ്ഥലമെങ്കിലും സ്വന്തമായുള്ള തൊഴിലുറപ്പ് തൊഴിലാളിക്ക് 1 തെങ്ങിൻ തൈയെങ്കിലും നൽകുകയും മറ്റുള്ളവർക്ക് 5 തെങ്ങിൻ തൈകൾ വീതവും നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. തയ്യാറായ തെങ്ങിൻ തൈ പ്ലാന്റ് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമിച്ചൻ ജോസഫ്, പ്രതിപക്ഷ നേതാവ് സിബി ജോൺ, വൈസ് പ്രസിഡന്റ് രജനി അനിൽ തുടങ്ങിയവർ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ ഭാഗമായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. ദിനാചരണ ഉദ്ഘാടനം കോട്ടയം ജില്ലാ കളക്ടർ ശ്രീമതി വിഘ്നേശ്വരി IAS നിർവഹിച്ചു. ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ കോട്ടയം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് കളക്ടർ ഫ്ലാഗ് ഓഫ് ചെയ്തു. ബീന പി ആനന്ദ് MDM, ഡോക്ടർ സുരേഷ് ഡെപ്യൂട്ടി DMO, ഡോമി ജെ മൊറൈസ് മാസ് മീഡിയ ഓഫീസർ, ഡോക്ടർ ടോണി തോമസ് നോഡൽ ഓഫീസർ എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ കോട്ടയം, KSRTC ബസ് സ്റ്റാൻഡ് കോട്ടയം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നാഗമ്പടം, ജനറൽ ആശുപത്രി കോട്ടയം എന്നിവിടങ്ങളിൽ ഫ്ലാഷ് മോബ് നടത്തി. ജനറൽ ആശുപത്രിയിൽ നടത്തിയ സമാപന സമ്മേളനത്തിൽ നോഡൽ ഓഫീസർ ഡോക്ടർ ടോണി തോമസ്,
ഡോക്ടർ ആശ പി നായർ, RMO ജനറൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം PK ആനന്ദക്കുട്ടൻ, റിജേഷ് P, മാർക്കോസ്, PSW, DMHP സനു തോമസ്, പ്രോജക്ട് ഓഫീസർ റിജോഷ് ബേബി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കങ്ങളിൽ അങ്കമാലി, തൃശൂർ ഭദ്രാസനങ്ങളിലെ 6 പള്ളികളിൽ ആരാധന നടത്താനുള്ള അവകാശം ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധി പോലീസും ഭരണകൂടവും ചേർന്ന് അട്ടിമറിക്കുന്നതായി ഓർത്തഡോക്സ് സഭാ നേതൃത്വം. കോടതി വിധിയുമായി ചെന്ന വൈദികരെയും വിശ്വാസികളെയും തടയുന്ന അവസ്ഥ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് എപ്പിസ്കോപ്പ പറഞ്ഞു. സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ എന്ന വ്യാജേന സർക്കാരും പോലീസും നാടകം കളിക്കുന്നുവെന്ന് ഓർത്തഡോക്സ് സഭ. അങ്കമാലി ഭദ്രാസനത്തിലെയും തൃശൂർ ഭദ്രാസനത്തിലെയും 6 പള്ളികളിൽ സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം നടപ്പിൽ വരുത്തുവാൻ ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല. പലപ്പോഴും ഓർത്തഡോക്സ് സഭയുടെ വൈദികരെയും വിശ്വാസികളെയും വിധി നടപ്പിലാക്കുവാൻ പോകുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും സഭ കുറ്റപ്പെടുത്തി. നിയമലംഘനം നടത്തുന്നവർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും കൂട്ടുനിൽക്കുന്ന സംവിധാനമാണ് നിലനിൽക്കുന്നതെന്ന് ഡോക്ടർ യുഹാനോൻ മാർ ദിയാക്കോസ് മെത്രാപ്പൊലീത്ത ആരോപിച്ചു. നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിയമലംഘനം നടത്തുന്ന ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും കൂട്ടുനിൽക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു എന്നതാണ്. ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം വിധിച്ചു നൽകിയ വിധി അത് നടപ്പിലാക്കണമെന്ന് കൃത്യമായ നിർദ്ദേശങ്ങളുള്ളപ്പോൾ അത് നടപ്പിലാക്കാമെന്ന് ബഹുമാനപ്പെട്ട കോടതികളോട് പറയുകയും എന്നാൽ പുറത്തു വന്ന് അത് നടപ്പിലാക്കാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ചെയ്ത് ഒരു പുകമറ സൃഷ്ടിച്ച് സമൂഹത്തിൽ വീണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതി തുടർന്നു വന്നിട്ട് കുറച്ച് നാളുകളായി. ബഹുമാനപ്പെട്ട കോടതികൾ പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് കാണുന്നത്. ഓടക്കാലി പള്ളിയിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന വ്യവഹാരങ്ങൾക്കൊടുവിൽ മലങ്കര സഭയ്ക്ക് അനുകൂല കോടതി വിധി വന്നിട്ട് 6 വർഷമായിട്ടും നടപ്പിലാക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഫലപ്രദമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് സഭാ അംഗങ്ങൾ ആരോപിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൂവാറ്റുപുഴ അടുത്ത് പിറമാടം എന്ന് പറയുന്ന പള്ളിയില് അവിടെ മാസങ്ങളായിട്ട് ഞങ്ങൾ ആരാധന നടത്തി സമാധാനപരമായി പോവുകയാണ്. ഒരു ചെറിയ മുനിസിപ്പൽ കോടതിയുടെ വിധി ഉണ്ടായപ്പോൾ ആ വിധി മണിക്കൂറുകൾക്കകം ഗവൺമെന്റ് നടപ്പാക്കി കൊടുത്തു. അതേസമയം ഇവിടെ സുപ്രീം കോടതി വരെ പോയി കേസ് പറഞ്ഞ് അതിനനുസൃതമായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന ഉത്തരവുകൾ പോലും 11 പള്ളിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന്. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മീഡിയ വിംഗ് പ്രസിഡന്റ് ഡോക്ടർ യുഹാനോൻ മാർ ദിയാക്കോറസ് മെത്രാപ്പൊലീത്ത, സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ, റീചാർജ് കോർ എപ്പിസ്കോപ്പ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. യാത്രക്കാർക്ക് തീരാ ദുരിതമായി കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡ്. ബസ്സുകൾ സ്റ്റാൻഡിൽ കയറി തുടങ്ങിയെങ്കിലും മഴയത്ത് യാത്രക്കാർക്ക് കയറി നിൽക്കാൻ ഒരു താൽക്കാലിക സംവിധാനം പോലും നഗരസഭ ഒരുക്കിയിട്ടില്ല. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ മാസം 13 മുതൽ കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ സ്റ്റാൻഡിനുള്ളിൽ നിർത്തി യാത്രക്കാരെ കയറ്റിയിറക്കാൻ നഗരസഭ തുറന്നുകൊടുത്തത്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നായിരുന്നു നടപടി. യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കുന്നതിന് താൽക്കാലികമായി വെയിറ്റിംഗ് ഷെഡ് ഒരുക്കണമെന്നും അതോറിറ്റി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം അനുസരിക്കാൻ നഗരസഭ ഇനിയും തയ്യാറായിട്ടില്ല. മഴ ശക്തമായതോടെ തിരുനക്കര സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ ഏറെ വലയുകയാണ്. സമീപത്തെ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു നീക്കിയതിനാൽ മഴ നനയാതെ നിൽക്കാൻ പോലും ഇടമില്ലാതായി. ബസ്സുകൾ കയറിയിറങ്ങുന്ന ഇടമൊഴിച്ചാൽ ബാക്കി സ്ഥലങ്ങൾ ചെളിക്കുളമായിരിക്കുകയാണ്. യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയെങ്കിലും പരിഹാരമുണ്ടായിട്ടില്ല. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം മേലുകാവ് നീലൂരിൽ റബ്ബർ പുരയ്ക്ക് തീപിടിച്ചു. പ്ലാശനാൽ ജോഷിയുടെ റബ്ബർ പുരയ്ക്കാണ് തീപിടിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് സംഭവം. പാല, ഈരാറ്റുപേട്ട എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഉണക്കാനിട്ടിരുന്ന 1500 കിലോ റബ്ബർ ഷീറ്റ് കത്തിനശിച്ചു. റബ്ബർ പുകയ്ക്കാൻ തീ കൂട്ടിയിരുന്നു. ഇതിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. കോട്ടയം കോടിമതിയിലെ ആധുനിക അറവുശാല കെട്ടിടത്തിന് കാലപ്പഴക്കം ചെന്നിട്ടില്ലെന്ന് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം. 2020 കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഇനിയും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല.
വർഷങ്ങളായുള്ള വെള്ളപ്പൊക്കത്തെ തുടർന്ന് കോടിമതയിലെ ആധുനിക അറവുശാല കെട്ടിടത്തിന്റെ മുൻവശത്തെ തറനിരപ്പ് താഴ്ന്നു, ഭിത്തികൾക്ക് വിള്ളൽ, പാരപ്പറ്റിന് കാലപ്പഴക്കം. എന്നാൽ ഇത് കെട്ടിടത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നതല്ലെന്നും ബലക്ഷയം സംഭവിച്ചിട്ടില്ലെന്നും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ഇവിടം നേരത്തെ പാടമായിരുന്നതിനാൽ കെട്ടിടം ഇരുത്തിയതായി സംശയം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ചെയർപേഴ്സന്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഓവർസിയറും അടങ്ങിയ സംഘം തിങ്കളാഴ്ച പരിശോധന നടത്തിയത്. അറ്റകുറ്റപ്പണി നടത്തിയാൽ കെട്ടിടം പ്രവർത്തനക്ഷമമാക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കോടിമതയിലെ ആധുനിക അറവുശാല കെട്ടിടം 2020 ഒക്ടോബറിലാണ് ഉദ്ഘാടനം നടത്തിയത്. എന്നാൽ ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഇതിന്റെ പേരിൽ നഗരസഭയ്ക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. 2008 കോടിമത പച്ചക്കറിച്ചന്തയ്ക്ക് സമീപം 30 സെന്റ് സ്ഥലത്ത് പുതിയ അറവുശാല നിർമ്മാണം ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അനുസരിച്ചാണ് തുടക്കമിട്ടത്. 1 കോടിയിൽ പരം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ആ സാമ്പത്തിക വർഷം നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ അനുവദിച്ച പണം പിൻവലിച്ചു. പിന്നീട് വിവിധ ഘട്ടങ്ങളിലായാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കെട്ടിടം പണി പൂർത്തിയായിട്ടും ഉപകരണങ്ങളും മാലിന്യ നിർമ്മാർജ്ജന സംവിധാനവും സജ്ജമാക്കാൻ പിന്നെയും വൈകി. മാടുകളെ കശാപ്പ് ചെയ്യുന്നതിന് അത്യാധുനിക യന്ത്ര സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. 77 ലക്ഷം രൂപയുടെ ആധുനിക ഉപകരണങ്ങൾ സ്ഥാപിച്ചു. 10ഓളം ഇറച്ചി സ്റ്റാളുകളാണ് ഇവിടെയുള്ളത്. 2020 ഉദ്ഘാടനം നടത്തിയെങ്കിലും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാത്തതിനാൽ തുറക്കാനായിട്ടില്ല. അറവുശാലയിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കാൻ മലിനീകരണ ബോർഡിന്റെ അനുമതി തേടിയിട്ടുണ്ട്. ഇത് ലഭിച്ചാലുടൻ പ്രൊജക്ടുകളിൽ ഉൾപ്പെടുത്തി അറ്റകുറ്റപ്പണി ചെയ്യാനും പ്രവർത്തനം ആരംഭിക്കാനും കഴിയുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണിമല പത്തനാട് റോഡിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. രാവിലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മരം കടപുഴകിയത്. വെളുപ്പിന് 6 മണിയോടെയായിരുന്നു സംഭവം. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അറിയിപ്പ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പാലാ കാനാട്ടുപാറയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. അപേക്ഷാ ഫീസ് SC/ST 50 രൂപ, മറ്റുള്ളവർ 100 രൂപ. അപേക്ഷ www.polioadmission.org.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനിൽ ജൂലൈ 9 അപേക്ഷ നൽകണം. ഫോൺ 9961005938. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2023 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ചു കിട്ടിയ ഗുണഭോക്താക്കൾ ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാസ്റ്ററിംഗ് നടത്തണം. മുമ്പ് മാസ്റ്ററിംഗ് നടത്തിയവരും ഇത്തവണ മാസ്റ്ററിംഗ് നടത്തണം. ഫോൺ 0481256439. RV ഗവൺമെന്റ് VHSS ചേരപ്പാടി സ്കൂളിൽ ഇംഗ്ലീഷ് HSST വിഷയത്തിന് താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളുമായി 28 തീയതി രാവിലെ 10:30 ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ പാർക്കിംഗ് സംവിധാനമില്ല. കാഷ്വാലിറ്റിക്ക് മുന്നിൽ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കണമെന്ന ആവശ്യം. പള്ളം ബ്ലോക്ക് പഞ്ചായത്തിൽ കേരസമൃദ്ധി പദ്ധതിക്ക് തുടക്കം. ആദ്യഘട്ടത്തിൽ 6 പഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തെങ്ങിൻ തൈകൾ നൽകും. ജില്ലയിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. കോട്ടയത്ത് ജില്ലാ ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും സമ്മേളനവും. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.